യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇതിനെ ശ്രദ്ധിച്ചോളണം. അങ്ങനെ ഇതിൻ്റെയൊക്കെ പേരിൽ ഈ തിരുശരീരം പോയി ഭക്ഷിച്ചു കഴിഞ്ഞാൽ കർത്താവിന് നീ കോർഡിനേറ്ററോ, നീ ആനിമേറ്ററോ, നീ കമ്മിറ്റി മെമ്പറോ, സെക്രട്ടറിയോ ഒന്നും കർത്താവിന് സാത്താനാണെങ്കിൽ ഒട്ടുമില്ല. സാത്താൻ ഇതുങ്ങളെ നോക്കി നടക്കുക. കയറി ഒരു കയറ്റങ്ങ് കയറും. കയറിക്കഴിഞ്ഞാൽ പിന്നെ ഈ വളരെ ശ്രദ്ധിക്കണം. ബിബിനൊന്ന് എഴുന്നേറ്റ്, എഴുന്നേറ്റ്, ഞാൻ കാണിച്ചു തരാം. സാധാരണ നമ്മളൊരു മന്ത്രവാദത്തിന് പോയുള്ളൊരു പാവമാണെങ്കിൽ പിശാച് ഇങ്ങനെ വെക്കത്തുള്ളൂ, ഇങ്ങനെ പിടിക്കത്തുള്ളൂ. അതേസമയം ഇതിലൂടെ വരുന്നൊരു പാവമാണെങ്കിൽ എടാ എത്തുന്നില്ല, നീ എന്നെ ഒന്ന് പിടിയടാ. ഇതിലൂടെ വരുന്ന ഒരു പാവമാണെങ്കിൽ ശ്വാസം കിട്ടത്തില്ല, അഴിച്ചാൽ പോലും അഴിയത്തില്ല. കാരണം ഇത് കർത്താവ് നിങ്ങളെ ശുദ്ധീകരിച്ച ഉടമ്പടിയുടെ രക്തത്തെ നിങ്ങൾ അപമാനിച്ച് അതിലൂടെ വന്ന ദുരാത്മാവാണ്. ഹല്ലേലൂയ. അത് പെട്ടെന്ന് അഴിയത്തില്ല. കാരണം അവൻ ആകെ പേടി ഈ രക്തത്തെയാ പേടി. ഈ രക്തത്തെ അപമാനിച്ച് കയറി വന്ന ദുഷ്ടാത്മാവ് നമ്മൾ എന്ത് വെച്ചഴിക്കും? അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞത്, ഇപ്രകാരം പറഞ്ഞു, നീ മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവത്തോട് ഏറ്റു പറയാം. ഹല്ലേലൂയ. ദൈവത്തിനെതിരെ പാപം ചെയ്താൽ നീ ആരോട് ഏറ്റു പറയും? ദൈവത്തിന് മുകളിൽ ആരാ ഉള്ളത്? ഇതാ പ്രവാചകൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആത്മപരിശോധന ചെയ്തിട്ടേ ഇത് സ്വീകരിക്കാവൂ. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ആമേൻ. നമ്മൾ കഴിക്കുന്ന ആ വിലയേറിയ നിത്യജീവൻ അത് ഏതാണ്, എന്താണ്, അതിനുള്ള യോഗ്യത എന്താണ്? നമ്മളെ മനസ്സിലാക്കണം. നമ്മളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാവണം. അവിടുന്ന് ആരാണെന്നുള്ള ജ്ഞാനം, അവിടുന്ന് ആരാണെന്നുള്ള വെളിപ്പെടുത്തൽ പരിശുദ്ധാത്മാവ് വഴി നമുക്ക് ലഭിക്കും. അത് പ്രാപിച്ചെടുക്കണം. ഇത് പ്രാപിച്ചെടുത്താൽ മരിച്ചാലും, ഈ അപ്പം ഭക്ഷിച്ചാൽ മരിച്ചാലും നിങ്ങൾ ജീവിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഇത് നിങ്ങൾക്ക് പാപത്തിന് കാരണമാകുകയില്ല. ഒന്ന് വായിച്ചോളുക. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാമോ? ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും നിങ്ങളിൽ പലരും രോഗികൾ ദുർബലർ ആയിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാ. കാരണം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്? പറഞ്ഞേ എന്തൊക്കെയാണ്? ഈ രീതിയിൽ എല്ലാ ആഴ്ചയിലും ദൈവത്തെ അപമാനിക്കുന്ന ആരൊക്കെയുണ്ടോ, നിങ്ങളിൽ പലരും മരിച്ചുപോയി എന്ന് ഇവിടെ എഴുതുമ്പോൾ ഓർത്തുകൊള്ളണം, നല്ല മരണം എന്നുള്ളതെന്ന് ഉദ്ദേശിക്കണ്ടേ. പല തരത്തിലുള്ള മരണം വന്നതും ഒരു പരിധി വരെ, എല്ലാവർക്കും അല്ല, ചിലവർക്ക് ഒരു പരിധി വരെ ഇതൊരു കാരണമാണ്. സ്തോത്ര. ഹല്ലേലൂയ. മരണം വരെ കൊണ്ടുതരും. വീട്ടില് രോഗം കൊണ്ടുവരും, മാറത്തില്ല ശരീരത്തിൽ നിന്ന് രോഗം. ശാസന പ്രാർത്ഥന നടത്തി, ശാസിച്ച് പ്രാർത്ഥിച്ചു, മാറത്തില്ല. മരുന്നുകൾ മാറി കുത്തി വെച്ചു, മാറത്തില്ല. പ്രശ്നം ഇവിടെയാണ്. ഇവിടെ അനുദപിക്കണം. ഇവിടെ അനുദപിക്കണം. കർത്താവിന്റെ തിരുരക്തം നല്ല രീതിയിലല്ല നമ്മൾ ഇതുവരെ ഭക്ഷിച്ചത്. വാശിപ്പുറത്തും വിരോധത്തിലും ആണ് നമ്മൾ ഇതുവരെ ഭക്ഷിച്ചതെങ്കിൽ നമുക്ക് ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് മുട്ടുമേൽ നിൽക്കാൻ പറ്റുന്നവർ മുട്ടുമേൽ നിൽക്കാം. പറ്റാം നല്ല രീതിയിൽ. ഇപ്പം ആ കെട്ടുകളൊക്കെ അഴിച്ചു, ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞ് മാറട്ടെ. ഓ സ്തുതിക്കുന്നു. ഓ ഗ്ലോറി. അപരാധി ഞാൻ യേശുവേ, പിഴയാളി ഞാൻ
ദൈവമേ, തെറ്റുകൾ ചെയ്തു പിഴച്ച എന്നെ മാപ്പേകുനാഥ സുഖേണമേ. തെറ്റുകൾ ചെയ്തു പിഴച്ച എന്നെ മാപ്പേകുനാഥ പൊറുക്കേണമേ. അപരാധി യേശുവേ, പിഴയാളി ഞാൻ. ദൈവമേ, തെറ്റുകൾ ചെയ്തു പിഴച്ച എന്നെ മാപ്പേകുനാഥ പൊറുക്കേണമേ. തെറ്റുകൾ ചെയ്തു പിഴച്ച എന്നെ മാപ്പേകുനാഥ പൊറുക്കേണമേ. ഇതാ തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമ്മൾ ഏറ്റു പറയാൻ പോകുകയാണ്. തമ്പുരാനെ, ഞങ്ങൾ തിരുരക്തത്തിൻ്റെയും തിരുശരീരത്തിൻ്റെയും മുമ്പിൽ വന്നപ്പോൾ വെറുപ്പ്, വിരോധം, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് വെറുപ്പ്, ഞങ്ങളുടെ വീട്ടിൽ ഉള്ള പല വ്യക്തികളുമായി വഴക്കിലും ആയിട്ടൊക്കെ ഞങ്ങളിത് സ്വീകരിച്ചിട്ടുണ്ട്. തമ്പുരാനെ, എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് വേര് പിടിക്കാത്തതിൻ്റെ കാരണം ഞാൻ ചെയ്ത ഈ അപരാധമാണ്. തമ്പുരാനെ, എൻ്റെ യേശുവേ, എൻ്റെ കുടുംബം ഉയരാതെ നശിച്ച് 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 പോകുന്നതിൻ്റെ കാരണം ഞാൻ ചെയ്തു പോയ അങ്ങയുടെ രക്തത്തിനെതിരെ ഞാൻ ചെയ്തു പോയ ഈ പാപമാണ്. എന്നോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറഞ്ഞതുപോലെ ആത്മശോധന ചെയ്യുക. ദൈവം നിങ്ങളുടെ ഹൃദയത്തെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്താണ് എണ്ണുന്നത്? എത്ര പാപത്തെ ഓർത്ത് നീ ആത്മശോധന ചെയ്യുന്നു. യേശു അവൻ്റെ നിത്യജീവന്റെ അപ്പത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ചെല്ലുമ്പോഴെങ്കിലും നിങ്ങളൊരു ഭക്തനായി മാറുക. ആ സമയത്ത് നീ തെറ്റായ നോട്ടങ്ങൾ നോക്കിയിട്ടില്ലേ? ആ സമയത്ത് നീ തെറ്റായി ചിന്തിച്ചിട്ടില്ലേ? ആ സമയത്ത് നിന്റെ അകത്ത് മ്ലേച്ഛതയില്ലേ? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിന്റെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുക. യേശുവിന് മനസ്സ് നുറുങ്ങി ഒന്ന് പ്രാർത്ഥന ഏറ്റു പറഞ്ഞാൽ ആ വ്യക്തിയോട് ഒരുപാട് കരുണ കാണിക്കുന്ന സ്വഭാവമാണ് നമ്മുടെ യേശുവിൻ്റെത്. എല്ലാവരും യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുക. യേശുവേ, യേശുവേ, ഇപ്പോൾ പറഞ്ഞ ഈ
തിരുവത്താഴത്തിനെതിരെ ഉള്ള ഈ പാപങ്ങൾ, ഇത് ഒരു അനുതാപ പ്രാർത്ഥന വഴി, പാപങ്ങൾ ഏറ്റു പറയുന്നത് വഴി അത് കർത്താവ് എടുത്ത് ദൂരെ കളയും. നിങ്ങളെ സ്വന്തം മക്കളായി സ്വീകരിക്കും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനി മുതൽ യേശുവിൻ്റെ തിരുരക്തവും തിരുശരീരവും ഭക്ഷിക്കാം. സ്വന്തം മക്കളായി സ്വീകരിക്കും. എന്നാൽ ഇതിലൂടെ വരുന്ന ചില പൈശാചി അന്തിക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയണം. അതായത് പിശാച് നിങ്ങളിൽ നിന്ന് വിട്ടുപോകാതെ, ഞങ്ങൾ ബന്ധനം അഴിക്കുന്നു, അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസന്മാർ ബന്ധനം അഴിച്ച് പ്രാർത്ഥിക്കുന്നു, പക്ഷെ വിട്ടുപോകത്തില്ല. വിട്ടുപോകാതെ നിൽക്കുന്നതിന് ചില കാരണം കൂടെ ഉണ്ട്. അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതും ഈ തിരുവത്താഴവുമായിട്ടും യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം തിരുശരീരവുമായി ബന്ധപ്പെട്ടതാണ്. സാത്താൻ വിട്ടുപോകാതെ നിൽക്കുന്നത് ആ കാരണം ഒന്ന് പഠിക്കാം. അറിയേണ്ടതാ, ലോകം അറിയേണ്ടതാ, ലോകത്തിലെ സകല മലയാളികളും അറിയേണ്ട ഒരു കാര്യമാണിത്. പ്രൈസ് ദി ലോർഡ്. വചനമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. വചനമല്ലാതെ മറ്റൊന്നും ഒരു ഉപദേശത്തിലൂടെ നിങ്ങളെ നയിക്കുന്നില്ല. വചനം എന്ത് പറയുന്നു, യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കണം, എപ്രകാരമായിരിക്കണം എന്ന് വചനം വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ നേരെ പോകുന്നത് 1 കൊറിന്തോസ് എടുത്തുകൊള്ളുക, 10 അധ്യായം 16 വാക്യം. 1 കൊറിന്തോസ് 10 അധ്യായം 16 വാക്യം. നമ്മൾ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ ശരീരമാകാൻ വേണ്ടി അപ്പത്തെയും വീഞ്ഞിനെയും നമ്മളിങ്ങനെ ആശീർവദിക്കത്തില്ലേ? ആ ആശീർവദിക്കുന്ന ആ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരം തന്നെയാണ് എന്ന് അപ്പോസ്തലന്മാർ സഭയ്ക്ക് വിശ്വാസം നൽകി. അത് അപ്രകാരം തന്നെയാണ്. അത് വായിക്കാം, നമുക്ക് ഒന്ന് വായിച്ചേ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അത് അവിടെ ഇപ്പോൾ നോക്കിക്കോണം. നമ്മളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ ജീവൻ്റെ അപ്പം, ജീവൻ്റെ അപ്പം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് യേശുവാണ്. യേശുവും ജീവൻ്റെ അപ്പം രണ്ടല്ല. ജീവൻ്റെ, ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു, ഞാനാകുന്നു. അപ്പോൾ നോക്കണം, യേശുവിൻ്റെ ജീവൻ്റെ അപ്പം നമ്മൾ മുറിക്കപ്പെടുമ്പോൾ നമ്മൾ എന്താകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്താകുന്നു ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കാപട്യമില്ലാത്ത രീതിയിൽ വ്യാഖ്യാനം ചെയ്താൽ അതിൻ്റെ സത്യം നമുക്ക് പിടികിട്ടും. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഇതുവരെ പഠിച്ചു വച്ചിരിക്കുന്നതെല്ലാം അങ്ങോട്ട് തൽക്കാലത്തേക്ക് ജസ്റ്റ് ഒന്ന് മറന്നിട്ട് വചനത്തിൻ്റെ ആശയത്തിലേക്ക് വന്നാൽ മനസ്സിലാവും. വായിക്കാം നമുക്ക്. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിൽ നാം ബ്ലെസ്സിങ് ചെയ്യുന്ന ആ പാനപാത്രം നോക്കിക്കോണം. ബ്ലെസ് ചെയ്യുന്ന വായിച്ചോളുക. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? നമ്മൾ ബ്ലെസ് ചെയ്യുന്ന അപ്പം ബ്ലെസ് ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ശുശ്രൂഷകൻ ബ്ലെസ് ചെയ്യുന്നു. ബ്ലെസ് ചെയ്ത ഉടനെ ആ അപ്പം മാറിയിട്ട് അതൊരു കമ്മൂണിയനായി മാറുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് കമ്മൂണിയൻ? യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു കൂട്ടായ്മയായി രൂപാന്തരപ്പെടുകയാണ്.
ഇനി പറഞ്ഞുതരാം. ഇവിടെ നിൽക്കുക, നിൽക്കത് ഒന്നും കൂടെ പറഞ്ഞുതരാം, ഇത് എന്നാലേ മനസ്സിലാവത്തുള്ളത്. ശ്രദ്ധിക്കണം. ഞാനിത് പൗലോസിൻ്റെ വ്യാഖ്യാനം അനുസരിച്ചിട്ട് ശ്രദ്ധിക്കുക. ഇത് ജീസസ് ആണെന്ന് ധരിക്കുക, നിങ്ങൾ ധരിക്കുക. അപ്പം ഞാനിവിടെ നിന്നുണ്ട് ശുശ്രൂഷകൻ ഞാനാണ്. അപ്പോൾ ഞാനൊരു അപ്പം എടുത്ത് ഇത് ബ്ലെസ് ചെയ്യുന്നു. ഇത് ബ്ലെസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അപ്പവും ഞാനും നിങ്ങളെല്ലാവരും കൂടെയും എങ്ങോട്ട് അലിഞ്ഞു ചേരുന്നു? യേശുവിലേക്ക് അലിഞ്ഞു ചേരുന്നു. യേശുവിൻ്റെ ശരീരത്തിൻ്റെ കമ്മ്യൂണിയനായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? അല്ലാതെ വേറൊന്നുമല്ല. അതാണ് ഇവിടെ പറയുന്നത്, ഭാഗഭാഗിത്വമാകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ അത് യേശുവിൻ്റെ ബോഡിയാണ്, കൂട്ടായ്മ മൊത്തവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കാം. മനസ്സിലായവർക്ക് ഭയങ്കര ആഴമേറിയ പ്രവൃത്തിയാണ് ദൈവാത്മാവ് ആ സമയം ചെയ്യുന്നത്. ഇനി ഈ അർത്ഥം മനസ്സിലായവർ ആ വചനം ഒന്ന് വായിച്ചു നോക്ക്. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ഉണ്ടോ? ആ കൂട്ടായ്മയായി, ഒരു കമ്മ്യൂണിയനായി മാറി. അപ്പൊ നമുക്കെല്ലാവരുടെയും ഒരു ശരീരം, നമ്മുടെ എല്ലാം ശിരസ് യേശു ക്രിസ്തു. നമ്മൾ ആ ശിരസിന്റെ ഒരാൾ കൈയാവുന്നു, ഒരാൾ കാലാകുന്നു. ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഒരാൾ ഇതാ നെഞ്ചായി മാറുന്നു. ശിരസിന്റെ ഓരോ ഭാഗങ്ങളായി നമ്മൾ മാറി. അപ്പോൾ വരങ്ങളുണ്ടാവണം, പ്രാർത്ഥനകളുണ്ടാവണം, പ്രസംഗീയരുണ്ടാവണം. അപ്പോൾ ഒരു കൂട്ടായ്മയിൽ നോക്കിക്കോണം, അപ്പം മുറിക്കുന്ന ഒരു കൂട്ടായ്മയിൽ ഈ അർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പം മുറിക്കുന്ന കൂട്ടായ്മയിൽ വചനപ്രഘോഷകൻ ഉണ്ടായിരിക്കണം, വീട്ടു പ്രാർത്ഥന നടത്തുന്നവരുണ്ടായിരിക്കണം, പ്രവാചകൻ ഉണ്ടായിരിക്കണം, ഭാഷാപരമുള്ളവൻ ഉണ്ടായിരിക്കണം, സകലരും ഉണ്ടാകും. നീ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെതാണ് ശരീരം. പ്രൈസ് ദി ലോർഡ്, സ്തുതിക്കാം നമുക്ക് ദൈവത്തെ. ഹല്ലേലൂയ, ആമേൻ. ഭയങ്കര ആഴമേറിയ അർത്ഥമാണ് ഇതിൻ്റെ അകത്ത്. ഇത് ആ അർത്ഥത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എപ്പോഴും ജീസസ് നമ്മുടെ കൂടെ നടക്കുന്നത് പോലെ ഫീൽ ചെയ്യും. എപ്പോഴും നമ്മുടെ കൂടെ ഉള്ള കണക്ക് നമുക്ക് അത് തോന്നലുണ്ടാവും. അടുത്ത വാക്യം വായിക്കുമ്പോൾ ഇനി നോക്കിക്കൊള്ളുക. അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. ഞാൻ പറഞ്ഞത് തന്നെ സംഭവിച്ചു കഴിഞ്ഞു. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. എന്താണ് അപ്പം? യേശുക്രിസ്തു ഒരാളായതുകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. യേശുക്രിസ്തുവിനോട് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശങ്ങളാകുന്നുവല്ലോ. ഉണ്ടോ? യേശു അവിടെ അപ്പം എന്നുള്ള, അവിടെ പിന്നെ യേശുവായി, യേശുവിൻ്റെതായി മാറി. ഇത്ര ചെറുതാക എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാനെന്തു വേണം, ഇത്ര ചെറുതാക എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാനെന്തു വേണം, തിരുവോസ്തിയായെന്നിൽ ആലിയും സ്നേഹം, ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു, സ്നേഹം എൻ്റെ ഈശോ. ഇതാണ് തിരുവത്താഴം എന്ന് പറയുന്നത്. ആ യേശു ഞങ്ങൾ ഓർക്കുകയാണ്. ബെത്ലഹേം കറക്റ്റ് യേശു ജനിച്ച സ്ഥലം തന്നെ ഇപ്പോഴും, ഒരു സംശയമില്ല. ബെത്ലഹേമിൽ മാതാവ് യേശുവിനെ പ്രസവിച്ച ആ ഗുഹ, ഒരു ഇടുങ്ങിയ ഗുഹ, അവിടെ ജോസഫും മാതാവും മാത്രമേ ഉള്ളൂ. പ്രസവം എടുത്തത് ജോസഫ്. ആ വേദന കൊണ്ട് പിടഞ്ഞ തണുപ്പത്ത് മാതാവിനെ ഒരിടത്ത് കിടത്തിയിട്ട് ഈ കുഞ്ഞിനെ അവിടെ വെച്ച് തന്നെ ക്ലീൻ ചെയ്ത് ജോസഫ്
എടുത്ത് ഇപ്പുറത്തൂടെ നടന്ന് ആ ഗുഹയിൽ തന്നെ മറ്റൊരു ഗുഹയുണ്ട്. അത് പശുവിനെ പുല്ല്, ആടുകൾക്ക് പുല്ലുകൾ, കച്ചികളൊക്കെ ഇടുന്നതാണ്. അവിടെ കൊണ്ട് കുഞ്ഞിനെ കടത്തി. എന്നിട്ടാണ് മാതാവിനെ വാക്കി വന്ന് ജോസഫ് ശുശ്രൂഷിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ വന്ന പല സഹോദരങ്ങളും അവിടെ നിന്നുകൊണ്ട് വചനം പറഞ്ഞു. അവിടെ നിന്നപ്പോൾ അറിയാതെ നമ്മുടെ കണ്ണൊന്നും നിറയും. കാരണം ലോകരക്ഷകനായ യേശു ബത്ലഹേമിൽ ആ ഗുഹയുടെ അകത്ത് ആയിരുന്ന ഞാനും എൻ്റെ ടീമംഗങ്ങളെല്ലാവരും ഞങ്ങൾ അറിയാതെ അവിടെ ഇരുന്ന് കരഞ്ഞുപോയി. ഇത്രയും വലിയ പൊന്നു തമ്പുരാൻ പിറന്നു വീണ സ്ഥലം കണ്ട് ഞെട്ടിപ്പോയി. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഒന്നും നോക്കിയില്ല. ഞങ്ങളെല്ലാവരും ഉറക്കപ്പാടി, ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം, ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം.